കാത്തുകൊള്ളുകങ്ങ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എസ് ഗൗരിനന്ദ മലയാറ്റൂർ ഗുരുദേവ പ്രഭാഷണം നടത്തി വരുന്നു. ദൈവദശകത്തിലെ ആദ്യത്തെ പദ്യമാണല്ലോ ഞാൻ വിശദീകരിക്കുന്നത്. ആ പദ്യം ഒന്ന് ഞാൻ പാടാം. ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികന്നി ഭവാബ്ദിക്കൂരാവിവൻ തോണി നിൻ പദം. ഈ പദ്യത്തിന്റെ അർത്ഥമൊന്ന് നമുക്ക് നോക്കാം. ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, കൈവിടാതെ ഇങ്ങു ഞങ്ങളെ. നാവികന്നി ഭവാബ്ദിക്ക്, ഒരാവിവൻ തോണി നിൻ പദം. എന്താണ് ഇതിന്റെ അർത്ഥം? ഫസ്റ്റത്തെ വരി എന്താണ്? ദൈവമേ കാത്ത് കൊള്ളുക അങ്ങ്. ദൈവമേ അങ്ങു ഞങ്ങളെ കാത്തു രക്ഷിക്കണം. അങ്ങയോടാണ് ഞങ്ങളുടെ ദുഃഖവും ദുരിതവും വിഷമവും എല്ലാം പറയുന്നത്. അപ്പൊ അങ്ങു ഞങ്ങളെ കാത്തു രക്ഷിക്കണം എന്ന് നമ്മൾ ദൈവത്തിനോടാണ് പറയുന്നത്. ദൈവം നമ്മളെ കാത്തു രക്ഷിക്കണമെങ്കിൽ ദൈവത്തിന് കുറച്ച് ഗുണങ്ങൾ വേണ്ടേ? ആ ഗുണങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ദൈവത്തിന് അഷ്ടസിദ്ധികളുണ്ട്. അഷ്ടമെന്നാൽ 8. 8 ഗുണങ്ങളാണ് ദൈവത്തിനുള്ളത്. ആ ഗുണങ്ങൾ നമുക്കൊന്ന് നോക്കാം. അണിമ, മഹിമ, ലഹിമ, ഗരിമ, പ്രാപ്തി, പ്രാഗാമ്യം, വശിത്തം, ഈശിത്തം. ഈ 8 ഗുണങ്ങളെ ഉള്ളവരെയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയുള്ള ദൈവത്തോടാണ് നമ്മൾ ദൈവമേ അങ്ങു ഞങ്ങളെ കാത്തു രക്ഷിക്കണം എന്ന് നമ്മൾ പറയുന്നത്. ഇതിൽ ആദ്യത്തെ സിദ്ധിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ആദ്യത്തെ സിദ്ധി അണിമ. അണിമ എന്നാൽ അണുവോളം ചെറുതാവാൻ കഴിയുന്ന സിദ്ധിയാണ് അണിമ. ഞാനൊരു ഉദാഹരണം പറയാം. ഹനുമാൻ സീതാദേവിയെ അന്വേഷിച്ചു പോകുമ്പോൾ കടൽ ചാടിക്കടക്കുമ്പോൾ കടലിന്റെ നടുക്ക് നിന്ന് സുരസ എന്ന രാക്ഷസി ഉയർന്നു വന്ന് ഹനുമാനെ വിഴുങ്ങാൻ നോക്കി. അപ്പോൾ ഹനുമാൻ അവിടെ അണിമ എന്ന സിദ്ധി ഉപയോഗിച്ച് അണുവോളം ചെറുതായി സുരസ എന്ന രാക്ഷസിയുടെ വായിൽ കൂടി പോയി ചെവിട്ടിലൂടെ പുറത്തേക്ക് വന്നു. അവിടെ ഹനുമാൻ ഉപയോഗിച്ച സിദ്ധിയാണ് അണിമ. മഹിമ എന്നാൽ ആകാശത്തോളം വലുതാവാൻ കഴിയുന്ന സിദ്ധിയാണ്. മഹാഭാരത യുദ്ധ സമയം അർജുനന് തൻ്റെ മുത്തശ്ശനെയും വിദ്യ പഠിപ്പിച്ച ഗുരുക്കന്മാരെയും സഹോദരന്മാരെയും ബന്ധുക്കളെയും എല്ലാം യുദ്ധം ചെയ്യണമല്ലോ എന്നോർത്ത് വിഷമിച്ചു നിൽക്കുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, അർജുന, നീ യുദ്ധം ചെയ്യാൻ വിഷമിക്കണ്ട. ഈ കാണുന്നതെല്ലാം ഞാനാണ്. ഇതിനെല്ലാം സൃഷ്ടിച്ചതും ഞാനാണ്. അതുകൊണ്ട് നീ ധൈര്യമായി യുദ്ധം ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ടും അർജുനന് ഒരു വിശ്വാസം വരാത്തതുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ വിരാട് സ്വരൂപം പ്രദർശിപ്പിച്ചു. അവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ മഹിമ എന്ന സിദ്ധിയാണ് ഉപയോഗിച്ചത്. അടുത്ത സിദ്ധി ലഹിമ. ലഹിമ എന്നാൽ സ്വന്തം ശരീരത്തിന് തൂവലോളം ഭാരം കുറയ്ക്കുവാനുള്ള സിദ്ധിയാണ്. ഈ ലോകം മുഴുവനും വിദ്യ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സരസ്വതി ദേവി എന്തിലാണ് ഇരിക്കുന്നത്? താമരയിലാണല്ലേ. ആ താമരയിൽ ഇരുന്നിട്ട് കൂടി അത് മുങ്ങിപ്പോകുന്നില്ല. ദേവിയുടെ ശരീരത്ത് ആഭരണമുണ്ട്, വസ്ത്രങ്ങളുണ്ട്, കയ്യിൽ വീണയുണ്ട്, പുസ്തകങ്ങളുണ്ട്. ഇതെല്ലാം നിറഞ്ഞിട്ടും ആ താമര മുങ്ങിപ്പോകുന്നില്ല. എന്തുകൊണ്ടാണ്? ദേവി ലഹിമ എന്ന സിദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് താമരയിലിരിക്കുന്നത്. അടുത്ത സിദ്ധി ഗരിമ. ഗരിമ എന്നാൽ സ്വന്തം ശരീരത്തിന് എത്രത്തോളം ഭാരം കൊടുക്കുവാനോ അത്രത്തോളം ഭാരം കൊടുക്കുവാനുള്ള സിദ്ധിയാണ്. ഞാൻ 6ാം ക്ലാസ്സിൽ ഉപ്പുകൊറ്റൻ്റെ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ഉപ്പുകൊറ്റൻ ഉപ്പ് വിറ്റ് വിറ്റ് തൻ്റെ സഹോദരൻ്റെ വീട്ടിലെത്തി. അഗ്നിഗോത്രി എന്നാണ് സഹോദരൻ്റെ പേര്. അവിടെ ഉപ്പുകൊറ്റൻ ഉപ്പുപ്പേ എന്ന് പറഞ്ഞ് അവിടുത്തെ പടിക്കല്ലിലിരുന്നു. അപ്പോൾ അവിടുത്തെ കാർന്നൂര് മുറ്റത്തുനിന്ന് അകത്തേക്ക് കയറി പോകുമ്പോൾ ഉപ്പുകൊറ്റൻ ഒരു ബഹുമാനത്തോടെ ഇരിക്കാത്തത് കണ്ടിട്ട് ഉപ്പുകൊറ്റനോട് പറഞ്ഞു,
നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകൂ, ഇതെനിക്ക് കയറി പോകാനുള്ള വഴിയാണെന്ന്. അപ്പൊ ഉപ്പുകൊറ്റൻ സമാധാനത്തോടെ പറഞ്ഞു, ഞാൻ എന്തിനാണ് എഴുന്നേക്കുന്നത്, ഇത്രയും സ്ഥലമില്ലേ, ഇതുവഴി കയറിപ്പൊക്കൂടെ അങ്ങക്ക് എന്ന് ചോദിച്ചു. അപ്പൊ കാർന്നോര് ദേഷ്യത്തോടെ പറയാ, ഇതെന്റെ വീടാണ്, ഞാൻ ആജ്ഞാപിക്കുന്നത് ഇവിടെ കേട്ടാ മതിയെന്ന്. നിന്റെ ഉപ്പ് ചാക്കിനെ എടുത്ത് വലിച്ചെറിയണ്ടെങ്കിൽ നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകൂ എന്ന് കാർന്നോര് പറയുകയാണ്. അപ്പൊ ഉപ്പുകൊറ്റൻ പറയാ, എന്നാ അതൊന്ന് കാണട്ടെ. അത് കേട്ട വഴി തന്നെ അവിടുത്തെ ഒരു പടയാളി വന്നിട്ട് ആ ഉപ്പുചാക്കൊന്ന് പൊക്കാൻ നോക്കി. അത് കണ്ട് 2 ആള് വന്നു, 3 ആള് വന്നു, അങ്ങനെ 15ഓളം ആൾക്കാർ വന്നിട്ട് കൂടി അതൊന്ന് അനക്കാൻ കൂടി സാധിച്ചില്ല. അവിടെ ഉപ്പുകൊറ്റൻ തന്റെ ഗരിമ എന്ന സിദ്ധിയാണ് ഉപയോഗിച്ചത്. അടുത്ത സിദ്ധി പ്രാപ്തി, 5ാമത്തെ സിദ്ധിയാട്ടോ. പ്രാപ്തി എന്നാൽ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ കാണാനും കേൾക്കാനും രുചിക്കാനും എല്ലാം സാധിക്കും. ഞാനൊരു കഥ പറയാം. ഭഗവാൻ ശ്രീരാമൻ സീതാദേവിയെ അന്വേഷിച്ച് പോകുന്ന വഴിയിൽ യാദൃച്ഛികമായി ശബരിയെ കണ്ടു. ശബരിയും ശ്രീരാമനും പല കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശബരി തൻ്റെ പ്രാപ്തി എന്ന സിദ്ധി ഉപയോഗിച്ച് ശ്രീരാമനോട് പറയുകയാണ്, അങ്ങേ സീതാദേവി ലങ്കയിലുണ്ട്, അശോകവനത്തിലുണ്ട്, രാവണൻ തട്ടിക്കൊണ്ടുപോയതാണ്. അവിടെ ശബരി തൻ്റെ പ്രാപ്തി എന്ന സിദ്ധിയാണ് ഉപയോഗിച്ചത്. അടുത്ത സിദ്ധി പ്രാഗാമ്യം. പ്രാഗാമ്യം എന്നാൽ നമ്മൾ മനസ്സിൽ കരുതുന്നത് എല്ലാം ഇവിടെ വരും. ഞാൻ ഇപ്പം ഇവിടെ ഒരു വീണ വരട്ടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വീണ വരും. നല്ല ടേസ്റ്റുള്ളൊരു തണുത്ത ഐസ്ക്രീം വരട്ടെ എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം വരും. അങ്ങനെ നമ്മൾ മനസ്സിൽ കരുതുന്നത് എല്ലാം വരും. ഞാനൊരു ചെറിയൊരു കഥ പറയാം. ശങ്കരാചാര്യര് ഭിക്ഷ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസം ഒരു പാവപ്പെട്ട ഒരു അമ്മയുടെ വീട്ടിൽ ചെന്ന് ആ അമ്മയോട് ചോദിച്ചു, അമ്മേ ഇവിടെ എന്തെങ്കിലും എനിക്ക് കഴിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അമ്മ ശങ്കരനോട് പറഞ്ഞു, മകനേ ഇവിടെ ഒന്നുമില്ല, എങ്കിലും ഞാൻ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് നോക്കട്ടെ എന്ന്. ശങ്കരൻ്റെ ആ മുഖം കണ്ടിട്ട് അമ്മയ്ക്ക് ഒന്നും കൊടുക്കാതെ വിടാൻ തോന്നിയില്ല. അമ്മ അകത്തേക്ക് പോയി അവിടെ ആകെ ഉണ്ടായൊരു നെല്ലിക്ക എടുത്ത് ശങ്കരന് കൊടുത്തിട്ട് പറഞ്ഞു, ഇതേ ഇവിടെ ഉള്ളൂ. ശങ്കരൻ അത് സന്തോഷത്തോടു കൂടി മേടിച്ചു കഴിച്ചു. അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കി പുഞ്ചിരിച്ചു. അപ്പോൾ തന്നെ അവിടെ സ്വർണ്ണ നെല്ലിക്കയുടെ മഴ പെയ്തു. ശങ്കരൻ ആ അമ്മയുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചപ്പോൾ തന്നെ ആ അമ്മയുടെ ഇല്ലായ്മയും വല്ലായ്മയും ദുഃഖവും മക്കളെല്ലാം ഇട്ടേച്ചു പോയതിൻ്റെ വിഷമവും എല്ലാം ശങ്കരന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു സ്വർണ്ണ നെല്ലിക്കയുടെ മഴ പെയ്തത്. അവിടെ ശങ്കരാചാര്യര് ഉപയോഗിച്ച സിദ്ധിയാണ് പ്രാഗാമ്യം. അടുത്ത സിദ്ധി വശിത്വം. വശിത്വം എന്നാൽ മറ്റുള്ളവരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന സിദ്ധിയാണ്. ശിവഭഗവാന്റെ ശിവാംശമാണ് കാമദേവൻ. കാമദേവനാണ് ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും നിയന്ത്രിച്ചു നിർത്തുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള 5 അമ്പുകൾ കൊണ്ടാണ് എല്ലാ ജീവജാലങ്ങളെയും വശീകരിച്ച് നിർത്തുന്നത്. ഈ 7 സിദ്ധികൾ ഉണ്ടെങ്കിലാണ് ഈശിത്വം കിട്ടുള്ളൂ. ഞാൻ ഈ പറഞ്ഞ എല്ലാ സിദ്ധികളും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനുണ്ട്. എങ്കിലും ഞാനിവിടെ മറ്റുള്ളവരെ ഉദാഹരണമായി എടുത്തു എന്നുള്ളൂ. നമുക്കിത് ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു കഥ പറയാം. ഗുരുദേവൻ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് പോയപ്പോൾ അവിടുത്തെ ഉയർന്ന ജാതിക്കാർക്ക് ശരിക്കും ഗുരുദേവൻ ദൈവമാണോ എന്നൊരു സംശയമുണ്ടായി. അപ്പോൾ ഗുരുദേവനെ അവർ സൂത്രത്താൽ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു, ഗുരുദേവനെ സൽക്കരിച്ചു. എന്നിട്ട് അവർ ഗുരുദേവന് ഒരു കാര്യമൊക്കെ പറഞ്ഞ് മുറിയിലിട്ട് പൂട്ടി. എന്നിട്ട് അവർ പ്രതിഷ്ഠ നടക്കുന്ന ക്ഷേത്രത്തിൻ്റെ മുന്നിൽ പോയി നിന്നു. പ്രതിഷ്ഠാ സമയമായപ്പോൾ ഗുരുദേവൻ പ്രതിഷ്ഠ ചെയ്ത് നട തുറന്ന് പുറത്തേക്ക് വരുന്നതാണ് അവർ കണ്ടത്. അവർ പേടിയോടെയും ഭക്തിയോടെയും അവരുടെ വീട്ടിൽ ചെന്ന് ആ മുറി തുറന്നു നോക്കിയപ്പോൾ ഗുരുദേവൻ അവിടെ സമാധാനത്തോടെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. അവർ ഭക്തിയോടെ ഗുരുദേവനോട് ചോദിച്ചു, അങ്ങെങ്ങനെ അവിടെ എത്തി?
അപ്പോൾ ഗുരുദേവൻ പറയുകയാണ്, എനിക്ക് പോകണമെന്ന് തോന്നി, ഞാൻ പോയി. അവിടെ ഗുരുദേവൻ തൻ്റെ ഈശിത്തം എന്ന സിദ്ധിയാണ് ഉപയോഗിച്ചത്. ഈ 8 സിദ്ധികളെ ചേർത്ത് പറയുന്നതാണ് അഷ്ടസിദ്ധികൾ. ഈ ഇങ്ങനെയുള്ള ദൈവത്തോടാണ് നമ്മൾ എന്തു പറയുന്നത്? ദൈവമേ, അങ്ങു ഞങ്ങളെ കാത്തു രക്ഷിക്കണം. നമ്മൾ പറയുന്നില്ലേ ദൈവത്തോട്? അപ്പോൾ നമ്മൾ ദൈവത്തിനോട് പറയുന്നുണ്ട്, ദൈവമേ, അങ്ങു ഞങ്ങളുടെ കൈ വിടാതെ ഞങ്ങളെ സംരക്ഷിക്കണം. ദൈവമേ, കാത്തുകൊള്ളുകങ്ങ് കൈവിടാതെ ഇങ്ങു ഞങ്ങളെ, അങ്ങു ഞങ്ങളുടെ കൈ വിടരുത്. ജനനം മുതൽ മരണം വരെ അങ്ങു ഞങ്ങളെ നേർവഴിക്ക് കൊണ്ടുപോകണം. ഒരമ്മ സ്വന്തം കുട്ടിയുടെ കൈ പിടിക്കുന്നതാണോ നല്ലത്, അഥവാ കുട്ടി അമ്മയുടെ കൈ പിടിക്കുന്നതാണോ നല്ലത്? അമ്മ കുട്ടിയുടെ കൈ പിടിക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ടാണ്? നിങ്ങൾക്കൊരു അമ്പലപ്പറമ്പിൽ ചെന്നാൽ കാണാൻ സാധിക്കും, അമ്മയായിരിക്കും കുട്ടിയുടെ കൈ പിടിച്ചിട്ടുണ്ടാവുക. കുട്ടി അമ്മയുടെ കൈ പിടിച്ചെന്താ സംഭവിക്കുക? അവിടുത്തെ എല്ലാം കാഴ്ചകൾ കണ്ട് കുട്ടി അതിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയേക്കാം. അതുകൊണ്ട് അമ്മയായിരിക്കും കുട്ടിയുടെ കൈ പിടിച്ചിട്ടുണ്ടാവുക. അതേപോലെ തന്നെ അങ്ങ് ഞങ്ങളുടെ കൈ പിടിക്കണം. ഞങ്ങൾ അങ്ങയുടെ കൈ പിടിച്ച് എന്താ സംഭവിക്കുക? ദുഃഖവും ദുരിതവും എല്ലാം നിറഞ്ഞ ഈ ജീവിതമാകുന്ന സംസാര സാഗരത്തിൽ കിടന്ന് അങ്ങേ ഞങ്ങൾ മറന്നു പോയേക്കാം. അതുകൊണ്ട് അങ്ങു തന്നെ ഞങ്ങളുടെ കൈ പിടിക്കണം. ഇതാണ് ഈ 2 വരിയുടെ ഏകദേശ അർത്ഥം. നമുക്ക് അടുത്ത വരി ഒന്ന് നോക്കാം. അടുത്ത വരി എന്താണ്? നാവികനെ ഭ്വാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻപദം. നാവികൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നാവികൻ എന്നാൽ കപ്പിത്താൻ. കപ്പലോടിക്കുന്ന ആളെയാണ് കപ്പിത്താൻ എന്ന് വിളിക്കുന്നത്. ഭവാബ്ദിക്ക് എന്ന് പറയുന്നത് എന്താണ്? ഈ സംസാരസാഗരം, ജീവസാഗരം, ഭവസാഗരം എന്നെല്ലാം ഇതിനെ പറയുന്നുണ്ട്. നാവികനെ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻപദം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ ജീവിതമാകുന്ന സംസാരസാഗരത്തിൽ അങ്ങേ ഞങ്ങൾ മറന്നു പോയേക്കാം. അപ്പോ അതിനായി അങ്ങയുടെ പാദത്തെ ഞങ്ങൾ ആശ്രയിക്കുന്നു. അങ്ങയുടെ പാദത്തെ ഞങ്ങൾ ഒരു തോണിയായി സങ്കല്പിക്കുന്നു. ആ തോണിയിൽ കയറ്റി ഞങ്ങളെ ദുഃഖവും ദുരിതവുമുള്ള ആ ജീവിതത്തിൽ നിന്ന് സമാധാനവും ശാന്തിയും നിറഞ്ഞ ജീവിതത്തിലേക്ക് അങ്ങു ഞങ്ങളെ കൈ പിടിച്ച് കൊണ്ടുപോകണം. ഇതാണ് ഈ 4 വരിയുടെ ഏകദേശ അർത്ഥം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ 4 വരി ഒന്നും കൂടി ചൊല്ലാം. ദൈവമേ, കാത്തുകൊള്ളുകങ്ങ് കൈവിടാതെ ഇങ്ങു ഞങ്ങളെ, നാവികന്നി ഭ്വാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻപദം. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ എപ്പിസോഡ്. അടുത്ത എപ്പിസോഡുമായി ഞാൻ പിന്നെ ഒരു ദിവസം വരാം. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ.